അപ്പത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു ഗ്രീൻ പീസ് വേറെ ലെവലാ. എങ്ങനെയെന്നല്ലേ? തലേദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്ത ഗ്രീൻ പീസ് ആണ്. ഈ വെള്ളം കഴുകി ഒരു കുക്കറിലിട്ട് ഒരു 5-6 വിസിലടുപ്പിക്കാം. ഇനി ഒരു 1.5 സവാള, 2 തക്കാളി, 2 കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എല്ലാം ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഗ്രീൻ പീസ് ഒക്കെ വെന്തിട്ടുണ്ടാവും. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു പട്ടയുടെ ഇല, 3 പട്ട, ഒരു 4 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകൂട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം മൂപ്പിച്ച് സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുങ്ങി വരെ വഴറ്റിയെടുക്കണം. ഈ പരുവത്തിലാകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് 2 മിനിറ്റ് നേരം ഇളക്കി തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടി വരുമ്പോൾ കറിക്ക് വേണ്ട ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഗ്രീൻ പീസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പ് പുറത്തുണ്ട്, കുറച്ചും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി തൂവി തിളപ്പിച്ചെടുത്താൽ അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി. ആപ്പത്തിന്റെയും പുട്ടിന്റെയും ചപ്പാത്തിന്റെയും കൂടെ എങ്ങനെയാ? ട്രൈ ചെയ്യല്ലേ?